8 നോയമ്പെടുക്കാൻ എങ്ങനെ റെഡിയാകാം? എല്ലാ ദിവസവും 1 മണിക്കൂർ പ്രാർത്ഥനാ സമയം. ഒരുമിച്ച് 1 മണിക്കൂർ വേണമെന്നില്ല, പലപ്പോഴായിട്ട് 1 മണിക്കൂർ പ്രാർത്ഥിക്കുക. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണ്ടെന്ന് വയ്ക്കാം. സഭയുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും മുട്ടുകുത്തി സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കുചേരാം. നമുക്ക് രാവിലെയും വൈകിട്ടും 3 മണിക്ക് കരുണക്കൊന്ത ചെല്ലാം. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം. യുവജനങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി മുട്ടിപ്പായിട്ട് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളുടെ ഐക്യത്തിനും സഹോദര സ്നേഹത്തോടെ വ്യക്തിപരമായ എളിമപ്പെട്ട് ജീവിക്കാം. നമ്മൾ ആരോടെങ്കിലും പിണങ്ങി അവരോട് ആരോടെങ്കിലും വൈരാഗ്യത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയോട് മാപ്പപേക്ഷിച്ച് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുന്നത് മൂലം നമുക്ക് എത്ര അസാധ്യമായ കാര്യങ്ങളും നമുക്ക് സാധിച്ചെടുക്കാം. ഓരോ ദിവസവും ഇഷ്ടപ്പെട്ട മധുര പലഹാരങ്ങൾ, സിനിമ, സോഷ്യൽ മീഡിയ ഇവയെല്ലാം നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം. 8 ദിവസത്തേക്ക് മത്സ്യം, മാംസ്യം, മുട്ട ഇതെല്ലാം വേണ്ടെന്ന് വയ്ക്കാം. അനാവശ്യമായി പകൽ കിടന്നുറങ്ങുന്ന ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം. 8 ദിവസവും ഒരു 100 നന്മ നിറഞ്ഞ മറിയമയെങ്കിലും ചെല്ലാം. സാധിക്കുന്നവർ 1000 നന്മ നിറഞ്ഞ മറിയമയെ ചൊല്ലി പ്രാർത്ഥിക്കുക. നിൻ്റെ കുടുംബം മറ്റുള്ളവർ കണ്ട് അസൂയപ്പെടുന്ന രീതിയിൽ പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബത്തിൽ ഇടപെടും. നമ്മുടെ വൈദികർക്ക്, സന്യസ്തർക്ക് വേണ്ടിയും യുവജനങ്ങൾക്കും മാതാപിതാക്കന്മാർക്കും അധ്യാപകർക്കും സഹപാഠികൾക്കും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും ജപമാല ചൊല്ലുക. സാധിക്കുന്ന എല്ലാവരും 4 ജപമാല വീതം. സന്തോഷം, ദുഃഖം, മഹിമ, പ്രകാശം, അങ്ങനെ 4 രഹസ്യവും ചൊല്ലാൻ ശ്രദ്ധിക്കുക. ഒരു 100 വിശ്വാസ പ്രമാണം ചൊല്ലുക. എല്ലാ ദിവസവും കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും കുറഞ്ഞത് ബൈബിൾ വായിക്കുക. അരമണിക്കൂർ വായിക്കുവാൻ കൂടുതൽ ശ്രദ്ധിക്കുക. ഇതിനെല്ലാം നമുക്ക് സമയം ദൈവം തരും. നമ്മുടെ മനസ്സിൽ ഒരു തീരുമാനമെടുത്താൽ അതിനായുള്ള സമയം ദൈവം തരും. ദിവസവും ഒരു ദിവസം തുടങ്ങുന്നതിനും അവസാനിക്കുന്നതും ബൈബിൾ വായിച്ചുകൊണ്ടായിരിക്കണം. എല്ലാ ദിവസവും 5 മിനിറ്റെങ്കിലും ബൈബിൾ വചനം എഴുതുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമുക്ക് 8 ദിവസം പരിശുദ്ധമായിട്ട് അത്ര മനോഹരമായിട്ട് നമുക്ക് ഈ 8 നോയമ്പ് ആചരിക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ നമുക്ക് സാധിച്ചെന്ന് നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ കടബാധ്യതകൾ, രോഗങ്ങൾ, മക്കൾ, മാതാപിതാക്കന്മാർ, ഭവനമില്ലാഴിക, രോഗാവസ്ഥ, ജോലി, എല്ലാ കാര്യങ്ങളിലും മാതാവ് ഇടപെടുന്നതാണ്. നമ്മുടെ ഏറ്റവും അത്യാവശ്യമായ 5 നിയോഗങ്ങൾ എഴുതി ബൈബിളിൽ സൂക്ഷിക്കുക. എല്ലാ ദിവസവും ആ നിയോഗങ്ങളെടുത്ത് നന്ദി പറഞ്ഞ്, ഈശോയെ എനിക്ക് ഈ നിയോഗം സാധിച്ചു തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് നന്ദി പ്രകാശിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ നാളെ മുതൽ നമ്മൾ ആരംഭിക്കുന്ന 8 നോയമ്പ് ഏറ്റവും പരിശുദ്ധവും ഏറ്റവും വിശുദ്ധവുമായ രീതിയിൽ പ്രാർത്ഥിക്കാം. നമുക്കൊരുങ്ങാം. ആമേൻ.